തന്തയ്ക്ക് പിറന്നവനെന്ന് പറയാൻ പറ്റുന്ന ഒരാളെങ്കിലും വേണ്ടേ? പിന്നെ മാരാര് പറഞ്ഞു വേറൊരു കാര്യമുണ്ട്. വേടൻ ഇതുവരെയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല സംസാരിച്ചത്, വേടന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വേടൻ സംസാരിച്ചതെന്നാണ്. വേടൻ ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് ഇപ്പോഴും സംസാരിക്കുന്നത്, ഇനിയും സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. വേടൻ്റെ ഓരോ കവിതകളിലെ ഓരോ വരികൾ എടുത്ത് പഠിച്ചാലും അല്ലെങ്കിൽ വായിച്ചാലും അല്ലെങ്കിൽ കേട്ടാലും അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം അഖിൽമാരാറിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയുള്ള അഖിൽമാരാർ ആർക്കോ വേണ്ടിയിട്ട് എന്തിനോ വേണ്ടിയിട്ട് വേടനെതിരെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെയായിരിക്കും. അത് തന്നെയാണ് കാരണം വേടനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് പബ്ലിസിറ്റി ആകാമല്ലോ എന്നുള്ള അറിയാവുന്ന മധുവും ശശികലയും അതേപോലെ തന്നെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ ഒരു തോൽവിയൊക്കെ വന്ന് സംസാരിച്ചതുപോലെ അഖിൽമാരാറിനും അങ്ങ് സംസാരിക്കാം. 1 lakh സബ്സ്ക്രൈബറിന് ശേഷം കൂടുതൽ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിലെന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വേണം. മിനി കൂപ്പറൊക്കെ എടുത്തതല്ലേ, അപ്പോൾ കുറച്ചുകൂടെ കാശ് വേണം, ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടണം എന്നുള്ളത് കൊണ്ട് അഖിൽമാരാർ വന്നിരുന്നെങ്കിൽ പറയുകയാണ്. അഖിൽമാരാർ പറയുന്നത് BJP ആണ് വേടൻ എതിർക്കുന്നതെന്നാണ്. വേടൻ എതിർക്കുന്നത് BJP